നമ്മൾ ഈ നരേഷൻ കേട്ടിട്ട് ഡിറക്ഷൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇത് വിചാരിച്ച മാതിരിയല്ല പോണേന്ന് പറയും. ചില സമയത്ത് നരേഷൻ ഭയങ്കര ബോറായിരിക്കും, പക്ഷെ ഗംഭീരമല്ലാണ്ട് പക്ഷെ സിനിമ ഗംഭീരാക്കും. ഫൈനൽ പ്രൊഡക്റ്റ് വരുമ്പോൾ വേറെ രീതിയിൽ വരും. അപ്പോൾ ഇതിനൊക്കെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല, സാധനം യു കെയിം ഔട്ട്, എത്രയോ കാലം മുമ്പ് സിനിമ അഭിനയിച്ചു കഴിഞ്ഞു. പക്ഷെ ഇതിന്റെ ഒരു വിശകലനം പിന്നെ നടത്തുമോ? അവരോട് കൂടെ വേണ്ടായിരുന്നോ അങ്ങനെ എന്തൊക്കെയാ? ഉറപ്പായിട്ടും നമുക്ക് പാഠങ്ങളാണല്ലോ എല്ലായിടത്തുനിന്നും. പിന്നെ അങ്ങനെ 100% പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു സെറ്റോ സിനിമയോ ഇല്ലല്ലോ. എല്ലാത്തിനും എല്ലാവർക്കും ഫ്ലോസ് ഉണ്ട് എന്ന് പറഞ്ഞ പോലെ. പിന്നെ അപ്പൊ നമുക്ക് തോന്നുന്നതാണ്, അതിനെ നമുക്ക് ഈ ശരി തെറ്റെന്നൊക്കെ പറഞ്ഞ് വിശകലനം ചെയ്യാൻ പടത്തിന് ശേഷമേ നമുക്ക് പറ്റുള്ളൂ, ഇറങ്ങിയതിന് ശേഷം. അത് തിയേറ്ററിൽ ഫസ്റ്റ് ഡേ ഇറങ്ങിയതിന് ശേഷം മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ ഈ സിനിമ വർക്കാവില്ല. അവസാനം വരെയും ഈവൻ എഡിറ്റേബിളിൽ പോലും മോശം എന്ന് പറഞ്ഞ പടം പോലും തിയേറ്ററിൽ സൂപ്പർ ഹിറ്റ് അടിച്ച ചരിത്രങ്ങളുണ്ട്. അതുകൊണ്ട് അതിന് നമുക്കൊരു നിയമവും ഇല്ല. അപ്പൊ ഈ സിനിമ റിലീസിന് മുമ്പ് ഈ വക കാര്യങ്ങൾ കേൾക്കല്ലോ, ശരിയായിട്ടില്ല, ഷോക്കാണ്, സീൻ ശരിയല്ല എന്ന് പറയുന്ന ഡയലോഗുകൾ പറയുമ്പോ ഈ റിലീസ് വരുന്നുള്ള അതുവരെയുള്ള താങ്കളുടെ ഒരു ഇതുണ്ടല്ലോ, എങ്ങനെ ഇത് മനസ്സുകൊണ്ട് വലിയ ബുദ്ധിമുട്ടാണ് ഈ സെൽഫ് സ്ട്രഗിൾ, അതെങ്ങനെയാ ശരിക്കും? അത് സ്ട്രഗിൾ ആണ്, അത് തീർച്ചയായിട്ടും സ്ട്രഗിൾ ആണ്. ഈവൻ നല്ലത് പറഞ്ഞു കേട്ടാൽ പോലും എനിക്ക് പേടിയാ. അയ്യോ നല്ലതാണെന്ന് പറഞ്ഞാൽ പോലും പഠിച്ചാൽ തിയേറ്ററിൽ ജനങ്ങൾക്ക് വർക്കാവും, ആ സാധനം ഉണ്ടല്ലോ, അത് എപ്പോഴും ഉണ്ടാവാം.